ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോൾ പ്രതിപക്ഷത്തെ പ്രതികരണങ്ങൾ ശ്രീ രാധാകൃഷ്ണൻ കേൾക്കാമല്ലോ. പ്രതിപക്ഷ എംപിമാരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രതികരണം വന്നിരിക്കുന്നത്. നിരാശാജനകമെന്ന് നിങ്ങൾ ഒരുമിച്ച് തന്നെ പറയുകയാണ്. 14 ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചു. പക്ഷേ പാലക്കാട് IITക്ക് ഒരു സഹായം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും കേരളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടതേയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എല്ലാ എംപിമാരും ഒരുമിച്ച് ഇക്കാര്യത്തിൽ നീങ്ങുക എന്നതും സംഭവിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം കൂടി പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ പ്രതിപക്ഷം. കാരണം എംപിമാരുടെ യോഗം വിളിക്കലടക്കം ഇവിടെ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന പരാതി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി ചേർത്ത് ഇന്നത്തെ ബജറ്റിനെ ഒന്ന് വിലയിരുത്തി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അടുത്ത കാലത്ത് തന്നെയാണ് എംപിമാരുടെ യോഗം വിളിച്ചുകൂട്ടി കേരളത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കേന്ദ്രത്തിൽ ഉന്നയിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അതനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ എംപിമാർ, BJP എംപിമാർ ഒഴികെ ബാക്കി എല്ലാ എംപിമാരും ചേർന്നുകൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതാണ് 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് ലഭിക്കണമെന്ന് 14 ഐറ്റംസിലായിട്ട് കിട്ടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനോട് ഉള്ള സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ നോക്കിയത്. പക്ഷേ അതിനോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. ബഡ്ജറ്റ് സ്പീച്ചിൽ മാത്രമല്ല, ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് പെട്ടെന്ന് പരിശോധിച്ചപ്പോഴും നമ്മുടെ കേരളത്തിന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. കേരളം നമുക്കറിയാം, വ്യത്യസ്ത മേഖലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും തരേണ്ടതാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു ആനുകൂല്യം ചോദിക്കില്ല, അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത്. ആ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കേരളത്തിൽ തരാതിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ കേരളം വിവിധ രംഗങ്ങളിൽ നേടിയ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. പല കാര്യത്തിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ആ സ്ഥാനം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ വേണ്ടി തയ്യാറാകുകയാണ് കേന്ദ്രം വേണ്ടത്. എന്നാൽ കേന്ദ്രം അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, കേരളം നേടിയ നേട്ടങ്ങളെ പുറകോട്ടടിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ ബഡ്ജറ്റിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട്, അല്ലെങ്കിൽ സങ്കുച ചിന്തയ്ക്ക് അതീതമായിക്കൊണ്ട് എല്ലാ കേരളീയരും ഈ കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ശ്രീ രാധാകൃഷ്ണൻ, നമ്മൾ ഈ 14 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ എത്രത്തോളം കോൺക്രീറ്റ് ആയിട്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ പറയുകയാണ് ഫ്ലാറ്റായിട്ട്, അതായത് 5000 കോടി രൂപ, 5000 ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, 5000 കോടി രൂപ വിഴിഞ്ഞത്തിന് തരണം. നമ്മൾ ഫ്ലാറ്റായിട്ട് ആവശ്യപ്പെടുകയാണ്. 1000 കോടി രൂപ റബ്ബറിന് തരണം. 2000 കോടി രൂപ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് തരണം. ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി മാത്രവുമല്ല, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, 24,000 കോടി രൂപ നമുക്ക് ഈ GSTയുടെ നഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി തരണം. ഈ രീതിയിലാണോ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു സംസ്ഥാനം അതിൻ്റെ പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ടത്? നമ്മൾ വളരെ സ്പെസിഫിക് ആവണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൃത്യമായിട്ട് തന്നെയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറുതെ എന്തെങ്കിലും ആവശ്യപ്പെടുകയല്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെയൊക്കെ കൃത്യതയോടുകൂടി തന്നെയാണ് ഓരോ രംഗത്തും ആവശ്യപ്പെട്ടത്. നമ്മളിപ്പോൾ 2000 കോടി രൂപയാണ് വയനാട് ദുരന്തത്തിന് ആവശ്യപ്പെട്ടത്. അത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ടാണല്ലോ വെച്ചത്. 5000 കോടി രൂപ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് വേണമെന്നുള്ളത് അത് കൃത്യമായിട്ട് അതിൻ്റെ കണക്കെടുത്തിട്ടാണല്ലോ. അല്ലെങ്കിൽ റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി 1000 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള കണക്കെടുത്തിട്ടാണോ? സംസ്ഥാന ഗവൺമെൻറ് 10 രൂപ വെച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് മാർക്കറ്റ് വിലയേക്കാൾ. അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം, കേന്ദ്രം സഹായിക്കണം. ഒരു 1000 കോടി രൂപ വരണം. അതൊന്നും കൃത്യതയില്ലാതെ പറയുന്നില്ല, ബോഗസായിട്ട് എന്തെങ്കിലും കണക്ക് പറയുന്നതല്ല. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ 24,000 കോടി രൂപ വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 3% GDPയുടെ 3% നമുക്ക് ലോൺ എടുക്കാനുള്ള അർഹത. അത് 3.5% വർദ്ധിപ്പിച്ച് തരണം എന്ന് പറയുന്നത് അത് കൃത്യതയോടുകൂടി തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ കൃത്യതയില്ലാതെ പറയുന്നതല്ല. കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് കാണിക്കുന്ന അവഗണന അത് മറച്ചു വയ്ക്കാൻ കൃത്യതയില്ല എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ന്യായം മറ്റുള്ള ആളുകൾ പറയുന്നതിന് തുല്യത. ശരി, രാഷ്ട്രീയമായി നിലപാട് വ്യത്യാസമുള്ള എതിർ നിൽക്കുന്ന സർക്കാരുകളെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സമീപനം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ കെ രാധാകൃഷ്ണൻ.